welcome back to our YouTube channel. It's me Amakutti and you're watching Ame Video. So guys, അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ ക്രാബ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. Come on guys. ക്രാബ് റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 ഓണിയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണിയൻ ഉള്ളി അല്ല ടൊമാറ്റോ, പിന്നെ കുറച്ച് ജിഞ്ചർ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചില്ലി. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ വതക്കി നല്ല മൂപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രാബ് റോസ്റ്റ് പാതി വഴിയിലാണ് ഗൈസ്. അപ്പോൾ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഉള്ളി വതക്കിയതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഇപ്പൊ നല്ല വതങ്ങി ഹാഫ് ആയിട്ടുണ്ട് അല്ലേ അല്ലേ ആമി? നമുക്ക് ക്രാബ് ഇതിലേക്ക് ഇടാം. നമ്മുടെ അവിടെ ക്രാബ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെയാണ് ക്രാബ് ഇപ്പോൾ. സോ ഗായ്സ്, നമ്മുടെ ചോറും രസവും അതുമാതിരി തന്നെ ക്രാബും ഇവിടെ റെഡി ആയിക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രാബ് കഴിക്കുന്നത്. നമുക്ക് എങ്ങനെ കഴിക്കേണ്ടത് നമ്മൾ തന്നെ ചോദിക്കാം ഗൈസ്. നമ്മൾ എങ്ങനെ കഴിക്കേണ്ടത്? അത് കടിച്ച് എന്നിട്ട് ഷെല്ലൊക്കെ എടുത്ത് നല്ല സുഖമായിട്ട് കടിച്ച് കഴിക്കുക. കഴിച്ചോളൂ ആമി. ആമി ഇങ്ങനെ കഴിക്കാൻ മുഴിച്ച് നോക്കണം. ഉള്ളോ ക്രാബ്? അതിൻ്റെ ഉള്ളിൽ നല്ല രണ്ട് എണ്ണം കഴിച്ചോളൂ ആമി. എനിക്ക് കഴിക്കുന്നത് അറിയില്ല അമ്മ. അതിന്റെ ഷെല്ലിന്റെ ഉള്ളിൽ ദശ കഴിക്കുക. കഴിച്ചോ കണ്ണാ? അവസാനം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടോ? അവൾക്ക് മനസ്സിലായി അല്ലേ? അങ്ങനെ തന്നെ കഴിച്ചോളൂ. ഇഷ്ടായോ? ആമി മനസ്സിലാക്കി ക്രാബ് കഴിക്കാൻ. ക്രാബ് കറി ഒന്ന് ടേസ്റ്റ് നോക്കാം. ക്രാബ് കറി ടേസ്റ്റ് നോക്കാം. ഗായ്സ് നമ്മൾ ചിക്കൻ്റെ അതേ ഡിഷ്